ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CSCB ആൻഡ് PSC ഗൈഡ്. ഇന്നത്തെ വീഡിയോ 7th സ്റ്റാൻഡേർഡിൻ്റെ SCRT ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. നമുക്കിപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും, ഞാൻ എപ്പോഴും പറയുന്നതാണ്, എല്ലാ ചാപ്റ്റേഴ്സും കൂടെ പഠിച്ച് തീർക്കാനുള്ള സമയം ഇനി നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോവാം. വിറ്റമിനുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. മുട്ടയിൽ വിറ്റമിൻ A, D, B, E, K എന്നിവ അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ C ലഭിക്കാൻ നെല്ലിക്കയും നാരങ്ങയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പയറില, ചേമ്പില എന്നിവയിൽ വിറ്റമിൻ B അടങ്ങിയിട്ടില്ല. മത്സ്യത്തിൽ വിറ്റമിൻ Aയും വിറ്റമിൻ Dയും ധാരാളമായി കാണപ്പെടുന്നു. ഇതിനകത്ത് തെറ്റായിട്ട് പറയുന്ന പ്രസ്താവന ഏതാണ്? പയറില, ചേമ്പില എന്നിവയിൽ വിറ്റമിൻ B അടങ്ങിയിട്ടില്ല എന്നാണ്. പക്ഷേ പയറില, ചേമ്പില എന്നിവയിൽ വിറ്റമിൻ Bയും അതുപോലെ വിറ്റമിൻ Aയും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞ പ്രസ്താവനയാണെന്ത്? തെറ്റായിട്ടുള്ളത്. വിറ്റമിനുകളും അവ ലഭ്യമാകുന്ന ഭക്ഷ്യവസ്തുക്കളും സംബന്ധിച്ച് താഴെ പറയുന്ന ജോഡികൾ ഏതെല്ലാമാണ് ശരി? വിറ്റമിൻ എ ഏതിലൊക്കെയാണ്? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ. വിറ്റമിൻ സി നെല്ലിക്ക, നാരങ്ങ, പപ്പായ. വിറ്റമിൻ ഇ നിലക്കടല, ബദാം, സസ്യ എണ്ണകൾ. വിറ്റമിൻ കെ ക്യാബേജ്, കോളിഫ്ലവർ, മുട്ട. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഈ പറഞ്ഞ 4 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. ക്യാരറ്റ് അല്ലെങ്കിൽ ചീര, ഇലക്കറികളിലൊക്കെ എന്താണ്? വിറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വിറ്റമിൻ എ പാലുൽപ്പന്നങ്ങളിലും അടങ്ങിയിട്ടുണ്ട്. പുളിയുള്ള ടൈപ്പ് നെല്ലിക്ക, നാരങ്ങ, അതുമാത്രമല്ല പപ്പായയിലും എന്തുണ്ട്? വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇനി വിറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ നിലക്കടല, ബദാം, സസ്യ എണ്ണകൾ. ഇതിനകത്തേക്ക് എന്താണ്? വിറ്റമിൻ ഇ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇനി ക്യാബേജ്, കോളിഫ്ലവർ, മുട്ട എന്നിവയിലൊക്കെ എന്താണ്? വിറ്റമിൻ കെയും അടങ്ങിയിട്ടുണ്ട്. കുറച്ച് പോയിന്റ്സ് നോക്കാം. വിറ്റമിൻ എ ഏതിലൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? ക്യാരറ്റിലാണ് പ്രധാനമായിട്ടും. അതുപോലെ ചീര, മുരിങ്ങയില അങ്ങനെയുള്ള ഇലക്കറികളിലൊക്കെ എന്താണ്? ധാരാളമായിട്ട് വിറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. ഇനി വിറ്റമിൻ ഡി ആണെങ്കിലോ? മത്സ്യം, മുട്ട, അതുപോലെ സൂര്യപ്രകാശത്തിൽ എന്താണ് മെയിനായിട്ട് നമുക്ക് വിറ്റമിൻ ഡി ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ശരീരത്തിൽ അത് നിർമ്മിക്കപ്പെടുന്നത്. ഇനി വിറ്റമിൻ ബി ആണെങ്കിൽ തവിട് കളയാത്ത അരി, അതുപോലെ മുട്ട, പാൽ എന്നിവയിൽ എന്തുണ്ട്? വിറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട്. ഇനി വിറ്റമിൻ സി നെല്ലിക്ക, പുളിയുള്ള പഴങ്ങൾ, ഇതിലൊക്കെയാണ് എന്ത്? വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത്. വിറ്റമിനുകളും അവയുടെ പ്രാധാന്യവും സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം? വിറ്റമിൻ എ കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിന് വിറ്റമിൻ സി സഹായിക്കുന്നു. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിനാണ് വിറ്റമിൻ കെ എന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞ പ്രസ്താവനകൾ 3 എന്താണ്? ശരിയാണ്. ആൻസർ വരുന്നത് ഡി ആണ്. അതുപോലെ വിറ്റമിൻ എയുടെ പ്രാധാന്യം എന്തിനാണ്? കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് വിറ്റമിൻ എ ആവശ്യമാണ്. അതുപോലെ പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിന് വിറ്റമിൻ സിയും ആവശ്യമാണ്. അതുപോലെ രക്തം കട്ട പിടിക്കാൻ, മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ കെ ആണ്. നാഡീവ്യൂഹത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിറ്റമിനുകൾ ഏതൊക്കെയാണ്? വിറ്റമിൻ ബിയും വിറ്റമിൻ ഇയുമാണ്. ആൻസർ ഏതാണ്? 1ഉം 2ഉം എന്നുള്ളതാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്യുക. പ്രസ്താവന 1 വിറ്റമിൻ സി രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. പ്രസ്താവന 2 വിറ്റമിൻ ബി ത്വക്കിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു. ഈ 2 പ്രസ്താവനയും എന്താണ്? ശരിയാണ്. കാരണം വിറ്റമിൻ സി രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിനും അതുപോലെ വിറ്റമിൻ ബി ത്വക്കിൻ്റെ ആരോഗ്യത്തെയും സംരക്ഷിക്കുന്നു. വിറ്റമിൻ ബി മാത്രമല്ല വിറ്റമിൻ എയും എന്ത് ചെയ്യുന്നു? ത്വക്കിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്. എല്ലുകളുടെ ആരോഗ്യത്തെയും രോഗപ്രതിരോധ ശേഷിയെ സംബന്ധിച്ച ശരിയായ ജോഡി ഏതൊക്കെയാണ്? വിറ്റമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും അതുപോലെ വിറ്റമിൻ ഡി രോഗപ്രതിരോധ ശേഷിയും എന്ത് ചെയ്യുന്നുണ്ട്? നൽകുന്നുണ്ട്. അപ്പോൾ ഈ 2 പ്രസ്താവനയും എന്താണ്? ശരിയാണ്. നമുക്ക് ഓരോ വിറ്റമിൻസും അവയുടെ പ്രധാന ധർമ്മവും നോക്കാം. വിറ്റമിൻ എ ആണെങ്കിൽ എന്തൊക്കെയാണ്? കണ്ണ്, മുടി, ത്വക്ക്. വിറ്റമിൻ ബി ആണെങ്കിൽ തലച്ചോറ്, നാഡി, ഹൃദയം. ഇതിൻ്റെയൊക്കെ ആരോഗ്യത്തിന് വിറ്റമിൻ ബി ആവശ്യമാണ്. അതുപോലെ വിറ്റമിൻ സി ആണെങ്കിൽ മോണ, രക്തക്കുഴലുകൾ, പ്രതിരോധശേഷി. ഇതൊക്കെ ആരാണ്? വിറ്റമിൻ സി ആണ്. അതുപോലെ ഡി ആണെന്നുണ്ടെങ്കിൽ എല്ല്, പല്ല്, അതുപോലെ പ്രതിരോധശേഷി. അപ്പോൾ പ്രതിരോധശേഷിക്ക് ഏതൊക്കെ വിറ്റമിൻസ് ആണ്? വിറ്റമിൻ സിയും ഡിയും ആവശ്യമാണ്. ഇനി വിറ്റമിൻ ഇ ആണെന്നുണ്ടെങ്കിൽ നാഡീ പ്രവർത്തനം. അപ്പോൾ നാഡികളുടെ പ്രവർത്തനത്തിന് വിറ്റമിൻ ബിയും അതുപോലെ വിറ്റമിൻ ഇയും ആവശ്യമാണ്. ഇനി രക്തം കട്ട പിടിക്കാനാണെങ്കിൽ വിറ്റമിൻ കെ ആവശ്യമാണ്. അപ്പോൾ ഇത് വെറും ഷോർട്ടായിട്ടുള്ളൊരു നോട്ട്സാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSCക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു പാർട്ടായിട്ടാണ് ഈ ഒരു രീതിയിൽ തന്നത്. ഡോക്ടർ MS സ്വാമിനാഥനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം?
ഇദ്ദേഹം ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നു. ഉയർന്ന വിളവ് തരുന്ന വിത്തിനങ്ങളുടെ വികസനത്തിലൂടെ ഇന്ത്യയെ ഭക്ഷ്യസ്വയം പര്യാപ്തതയിലേക്ക് നയിച്ചു. മക്സെ അവാർഡ്, വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നിവ ലഭിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഈ 3 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നു. അതുപോലെ ഉയർന്ന വിളവ് തരുന്ന വിത്തിനങ്ങളുടെ വികസനത്തിലൂടെ ഇന്ത്യയെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ചു. അതുപോലെ മക്സെ അവാർഡ്, വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നിങ്ങനെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഹരിത വിപ്ലവം ഏത് കാലഘട്ടത്തിലാണ്? 3ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് നടന്നിരിക്കുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് സ്ഥിരമായിട്ട് PSCയിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തലച്ചോറ്, നാഡികൾ, ഹൃദയം എന്നിവയുടെ ആരോഗ്യത്തിന് വിറ്റമിൻ B ആവശ്യമാണ്. നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് വിറ്റമിൻ E സഹായിക്കുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വിറ്റമിൻ A ആണ് ഏറ്റവും പ്രധാനം. വിറ്റമിൻ C രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇതിനകത്ത് തെറ്റായിട്ട് പറയുന്നതാണ് ഏത്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വിറ്റമിൻ D ആണ് ഏറ്റവും പ്രധാനം. ഇതിൽ തന്നിരിക്കുന്നത് വിറ്റമിൻ A എന്നാണ്. അപ്പം തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ C ആണ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? മണ്ണൂത്തി, തൃശ്ശൂർ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ്. കിഴങ്ങ് വർഗ്ഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനും ഗവേഷണത്തിനുമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ്? CTCRI, ശ്രീകാര്യം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയം. ഇന്ത്യയിൽ സസ്യശാസ്ത്രത്തിൻ്റെ ഡോക്ടറേറ്റ് നേടിയ ആദ്യ വനിത ആരാണ്? EK ജാനകി അമ്മാൾ. ഏത് വിളയുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനാണ് EK ജാനകി അമ്മാൾ ഗവേഷണം നടത്തിയിരിക്കുന്നത്? കരിമ്പ്. EK ജാനകി അമ്മാളിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം 1957. തെങ്ങ്, കവുങ്ങ്, കൊക്കോ എന്നിവയെക്കുറിച്ചുള്ള ഗവേഷണം നടത്തുന്നത് എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, കാസർഗോഡ്. അവിടെയാണ് തെങ്ങ്, കവുങ്ങ്, അതുപോലെ കൊക്കോ എന്നിവയെക്കുറിച്ചുള്ള ഗവേഷണം നടക്കുന്നത്. ഈ പറയുന്ന പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഒരു ഷോർട്ട് നോട്ടായിട്ട് തന്നേക്കുന്നതാണ്. കരിമ്പ് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ജാനകി അമ്മാൾ. അതുപോലെ കിഴങ്ങാണെങ്കിൽ ശ്രീകാര്യം. തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ എവിടെയാണ്? അത് കോട്ടയം. അതുപോലെ അരി, വാഴ, നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ എവിടേക്കാണ്? വൈറ്റില, കായംകുളം, പട്ടാമ്പി, മാങ്കൊമ്പ് എന്നിവിടങ്ങളിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? അരി, വാഴ, നെല്ല് എന്നിവയുടെ ഗവേഷണ കേന്ദ്രങ്ങൾ. ഇനി വാഴയുടേതാണെങ്കിൽ തൃശ്ശൂരിലെ കണ്ണാറയിലാണ്. ഇനി മറ്റ് പ്രധാന കേന്ദ്രങ്ങൾ നോക്കുകയാണെങ്കിൽ പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? തൃശ്ശൂരിലെ വെള്ളാനിക്കരയിലും. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കോട്ടയം. ടിഷ്യൂ കൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ പാലോടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. കണ്ണൂർ ജില്ലയിലെ പന്നിയൂരിൽ സ്ഥിതി ചെയ്യുന്ന ഗവേഷണ കേന്ദ്രം ഏതാണ്? കുരുമുളക് ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ വാഴ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കണ്ണാറ, തൃശ്ശൂർ. ഇന്ത്യയിൽ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടുംപാറ, ഇടുക്കി. ഇന്ത്യൻ ഏലം ഗവേഷണ കേന്ദ്രമാണ് ഏത്? പാമ്പാടുംപാറ, ഇടുക്കി. പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? വെള്ളാനിക്കര, തൃശ്ശൂർ. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. ഇതുപോലെ ഷോർട്ട് നോട്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഗവേഷണ കേന്ദ്രവും സ്ഥലവും, അതായത് കുരുമുളകാണെങ്കിൽ പന്നിയൂർ, കണ്ണൂർ. ഏലം പാമ്പാടുംപാറ, ഇടുക്കി. വാഴ കണ്ണാറ, തൃശ്ശൂർ. റബ്ബർ കോട്ടയം. കശുവണ്ടി മാടക്കത്തറ, തൃശ്ശൂർ. തോട്ടവിളയാണെങ്കിൽ കാസർഗോഡ്. വിവിധ ഇനം വിളകളെയും അവയുടെ ഇനങ്ങളെയും സംബന്ധിച്ച് താഴെ പറയുന്ന ജോഡികളിൽ തെറ്റായ ജോഡി ഏത്? വെണ്ട അർക്ക, അനാമിക, സൽകീർത്തി. പയർ ഭാഗ്യലക്ഷ്മി, ജ്യോതിക, ലോല. തക്കാളി മുക്തി, ശക്തി, അനഘ. വഴുതനയാണെങ്കിൽ ശ്വേത, സൂര്യ, ഹരിത. ഇതിൽ തെറ്റായിട്ട് വരുന്ന ഏതാണ്? പയറിൻ്റെയാണ്. അതായത് ഭാഗ്യലക്ഷ്മി, ജ്യോതിക എന്താണ്? പയറിൻ്റെ തന്നെ വിത്തിനമാണ്. എന്നാൽ ലോല പയറിൻ്റെ വിത്തിനമല്ല. അപ്പോൾ ഓരോ വിളകളുടെയും വിത്തിനങ്ങളെക്കുറിച്ചും പഠിച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന ജോഡികൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. എപ്പികൾച്ചർ തേനീച്ച വളർത്തലാണ്. അതുപോലെ കുങ്കുമ കൃഷി ഫ്ലോറികൾച്ചർ, പിസികൾച്ചർ മത്സ്യ വളർത്തൽ, സെറികൾച്ചർ പട്ടുനൂൽ പുഴു വളർത്തൽ. ഇതിനകത്ത് ശരിയായിട്ടുള്ളതും എപ്പികൾച്ചർ തേനീച്ച വളർത്തലാണ്. അതുപോലെ പിസികൾച്ചർ മത്സ്യം വളർത്തലാണ്. സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ പട്ടുനൂൽ പുഴുവിനെ വളർത്തലാണ്. ഇതിനകത്ത് കുങ്കുമ കൃഷി എന്ന് പറയുമ്പം അതൊരു സെപ്പറേറ്റ് ഒരു പൂവിനെ കുറിച്ചാണ് പറയുന്നത്. മൊത്തത്തിൽ പൂക്കളുടെ കൃഷി അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുന്നതാണ് എന്ത്? ഫ്ലോറികൾച്ചർ എന്ന് പറയുമ്പം. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് കുങ്കുമ കൃഷിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഫ്ലോറികൾച്ചർ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ജോഡിയാണ് എന്ത്? ഇതിനകത്ത് തെറ്റായിട്ട് വരുന്നത്.
ഭക്ഷ്യവസ്തുക്കളും അതിലടങ്ങിയിരിക്കുന്ന ആസിഡുകളും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതാന്ന് നോക്കാം. മോരിലും തൈരിലും ലാക്റ്റിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു. വിനാഗിരിയിലെ പ്രധാന ഘടകം അസറ്റിക് ആസിഡാണ്. നെല്ലിക്കയിൽ ടാർട്ടറിക് ആസിഡ് ധാരാളമായി ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് 1ഉം 2ഉം ശരിയാണ്. എന്നാൽ നെല്ലിക്കയിൽ ടാർട്ടറിക് ആസിഡ് അല്ല. നെല്ലിക്കയ്ക്ക് എന്താണ്, പുളിരുചിയാണ്. അപ്പോൾ അതിൽ വിറ്റമിൻ സി ആണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അതിൽ അസ്കോർബിക് ആസിഡാണ് ധാരാളമായി ഉള്ളത്. അപ്പോൾ ആ ഓപ്ഷൻ എന്താണ്, തെറ്റാണ്. താഴെ പറയുന്നവയിൽ പൊരുത്തപ്പെടാത്ത ജോഡി ഏതാണ്? തക്കാളിയിൽ ഒക്സാലിക് ആസിഡ്, നാരങ്ങയിൽ സിട്രിക് ആസിഡ്, വാളൻ പുളിയിലാണ് എന്ത്, ടാർട്ടാറിക് ആസിഡ്, അതുപോലെ വിനെഗരിയിൽ ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് വരുന്ന ഏതിലാണ്? പാലിലോ അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങൾ, അതായത് തൈരിലോ, അങ്ങനെയൊക്കെയാണ്. വിനെഗരിയിൽ വരുന്ന ഏതാണ്? അസറ്റിക് ആസിഡാണ്. അപ്പോൾ ആ ഓപ്ഷൻ എന്താണ്, തെറ്റായിട്ട് വരുന്നത്. ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ നമുക്ക് പരിശോധിക്കാം. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. ഭൂമിയിലെ ഏറ്റവും ഭാരം കൂടിയ വാതകമാണ് ഹൈഡ്രജൻ. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ഇതിൽ തെറ്റായിട്ട് വരുന്ന ഏതാണ്? ഭൂമിയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണെന്ത്, ഹൈഡ്രജൻ. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്, ഭാരം കൂടിയ വാതകമാണെന്നാണ്. അപ്പോൾ ആ ഓപ്ഷൻ എന്താണ്, തെറ്റാണ്. അതുപോലെ ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. അതുപോലെ ഹൈഡ്രജൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ആൻസർ വരുന്നത്? അതായത് സൾഫ്യൂരിക് ആസിഡും സിങ്കുമായി ചേരുമ്പം സിങ്ക് സൾഫേറ്റും ഹൈഡ്രജനുമാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ ആൻസർ എന്താണ് വരുന്നത്? H2, അതായത് ഹൈഡ്രജനാണ് വരുന്നത്. ആസിഡുകളുടെ ഉപയോഗങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്ന ജോഡികളിൽ ശരിയായവ ഏതെല്ലാം? സിട്രിക് ആസിഡ് ആഹാര സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററികളിൽ യൂസ് ചെയ്യുന്നു. നൈട്രിക് ആസിഡ് രാസവളങ്ങളുടെയും സ്ഫോടക വസ്തുക്കളുടെയും നിർമ്മാണത്തിന് നൈട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നു. ഫോസ്ഫറിക് ആസിഡ് സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ നിർമ്മാണത്തിന്. അപ്പോൾ ഈ പറഞ്ഞ 4 പ്രസ്താവനകളും എന്താണ്, ശരിയാണ്. ആസിഡുകളെയും അവയുടെ ലവണങ്ങളെയും സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? കാർബോണിക് ആസിഡിൽ നിന്ന് ഏതാണ്? കാർബണേറ്റുകളും. സൾഫ്യൂരിക് ആസിഡുകളിൽ നിന്ന് സൾഫേറ്റുകളും. അസറ്റിക് ആസിഡിൽ നിന്ന് അസറ്റേറ്റുകളും. എന്നാൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്ന് നൈട്രേറ്റ് അല്ല, പകരം എന്താണ്, ക്ലോറൈഡുകളാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സും കൂടെ നോക്കാം. ഓരോ ആസിഡും അതിൽ നിന്ന് ലഭിക്കുന്ന ലവണങ്ങളും. നൈട്രിക് ആസിഡിൽ നിന്ന് നൈട്രേറ്റ്, ഫോസ്ഫറിക് ആസിഡിൽ നിന്ന് ഫോസ്ഫേറ്റ്, അതുപോലെ സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് സൾഫേറ്റ്, അസറ്റിക് ആസിഡ് ആണെങ്കിൽ എന്താണ്, അസറ്റേറ്റ്. ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ലവണങ്ങൾ ലഭിക്കുന്നത്. താഴെ പറയുന്നവയും അവയുടെ ലോഹ ഘടകങ്ങളും ചേരുമ്പടി ചേർക്കുക. പട്ടിക എയിൽ എന്താണ്, ലോഹസങ്കരവും പട്ടിക ബിയിൽ അതിൻ്റെ ഘടകങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കാം. അൽനിക്കോ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ്. ഇതാണ് എന്ത്, അൽനിക്കോയുടെ ഘടകങ്ങൾ. ഇനി പിച്ചളയുടേതാണെങ്കിൽ എന്താ, ചെമ്പ്, സിങ്ക്. സോൾഡർ ആണെന്നുണ്ടെങ്കിൽ ടിൻ, ലെഡ്. അപ്പോൾ ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. സമതല ദർപ്പണങ്ങൾക്കിടയിലെ കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ദർപ്പണങ്ങൾക്കിടയിലെ കോണളവ് കുറയുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം എന്ത് ചെയ്യുന്നു, കൂടുകയാണ് ചെയ്യുന്നത്. കോണളവ് കുറയുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കൂടുന്നു. കോണളവ് 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ലഭിക്കുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആണ്. പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാനുള്ള സമവാക്യം എന്ന് പറഞ്ഞാൽ ഈ 360 ഡിവൈഡഡ് എത്രയാണോ കോണളവ് അതേ -1. അതായത് 360 ഡിവൈഡഡ് 90 ആണെങ്കിൽ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അതേ -1 അതാണ് എത്ര? 3 എന്ന് പറയുന്ന ആൻസർ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം എന്താണ്, ശരിയാണ്. ഇൻ കേസ് ഇതിപ്പം 60 ആണ് കോണളവെന്ന് ആയിരിക്കാം. 360 ഡിവൈഡഡ് 60 ആണെങ്കിൽ എത്ര ആയിരിക്കും? 6 എന്ന് കിട്ടും. 6 - 1 എത്രയാണ്? 5. അങ്ങനെയാണ് എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസർ വരുന്നത്. രക്തത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? രക്തത്തിലെ ദ്രാവക ഭാഗമാണ് ഏത്? പ്ലാസ്മ എന്ന് പറയുന്നത്. ഇത് മൊത്തം രക്തത്തിൻ്റെ ഏകദേശം 55% വരും. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവാണ്. അതും ശരിയാണ്. ഇരുമ്പും പ്രോട്ടീനും ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം എന്താണ്, അല്ലെങ്കിൽ പ്രസ്താവനകൾ 3ഉം ശരിയാണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡിയെന്ന് നോക്കാം. ഇതിനകത്ത് ഓപ്ഷൻസ് നമുക്ക് ആദ്യം നോക്കാം. സെറിബ്രം പേശി പ്രവർത്തനങ്ങളുടെ ഏകോപനം. സെറിബെല്ലം ബുദ്ധി, ചിന്ത, ഓർമ്മ എന്നിവയുടെ കേന്ദ്രം. മെഡില്ല ഒബ്ലാങ്കേറ്റ ഹൃദയസ്പന്ദനം, ശ്വസനം എന്നിവയെ നിയന്ത്രിക്കുന്നു. ഓപ്ഷൻ ഡി എന്താണ് പറയുന്നത്? ഇവയൊന്നും ശരിയല്ല. ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ സി മെഡില്ല ഒബ്ലാങ്കേറ്റയാണ്.
അതെന്തിനെയൊക്കെയാണ് സഹായിക്കുന്നത്? ഹൃദയസ്പന്ദനം, ശ്വസനം എന്നിവയാണ് നിയന്ത്രിക്കുന്നത്. അതുപോലെ സെറിബ്രം എന്ന് പറഞ്ഞാൽ ബുദ്ധി, ചിന്ത, ഓർമ്മ എന്നിവയുടെ കേന്ദ്രമാണെന്ത്? സെറിബ്രം. ബുദ്ധി, ചിന്ത, ഓർമ്മ എന്നിവയ്ക്ക് എന്താണ്? സെറിബ്രമാണ് സഹായിക്കുന്നത്. ഇനി സെറിബെല്ലം എന്തിനെയാണ് ഏകോപിപ്പിക്കുന്നത്? പേശി പ്രവർത്തനങ്ങളെ ആരാണ്? സെറിബെല്ലമാണ്. അപ്പോൾ അവിടെ ഓപ്ഷൻസ് എന്താണ്? അത് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രഹണങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോൾ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നു. ശരിയാണല്ലോ. സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുമ്പോൾ സൂര്യഗ്രഹണം സംഭവിക്കുന്നു. അതും ശരിയാണ്. എങ്ങനെയാണ്? സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരികയാണെങ്കിൽ ചന്ദ്രഗ്രഹണവും, സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരികയാണെങ്കിൽ അതെന്താണ്? സൂര്യഗ്രഹണവുമാണ്. ഇനി ചന്ദ്രഗ്രഹണം പൂർണ്ണചന്ദ്രനുള്ള ദിവസങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സംഭവിക്കുകയുള്ളൂ. അപ്പം ഈ 3 ഓപ്ഷൻസും എന്താണ്? ശരിയാണ്.